പിന്നെ ബ്രോ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. മുല്ലപ്പെരിയാർ പൊട്ടുവോ? മുല്ലപ്പെരിയാർ പൊട്ടും, എന്തെങ്കിലും പൊട്ടും. എന്തെങ്കിലും ഉടനെ പൊട്ടും. പൊട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും പൊട്ടും, തീർച്ചയായിട്ടും പൊട്ടും. ആ അണക്കെട്ട് വീക്കാണോ? തീർച്ചയായിട്ടും. കാരണം ലോകത്തെ ഏതൊരു നിർമ്മിതിയും ഒരു കാലത്തിനപ്പുറം നിൽക്കാൻ സാധ്യതയില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഉം, ഇത് 1880കളിൽ ഉണ്ടാക്കിയ ഒരു നിർമ്മാണം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഉം, കാലപ്പഴക്കത്തിനനുസരിച്ച് അതിനകത്ത് വീക്കാണ്, ഇപ്പൊ തന്നെ വീക്കാണ്. വളരെ താമസിയാതെ അതിന് അപകടം സംഭവിക്കാം. അത് ഒറ്റയടിക്ക് ഇത് പൊട്ടി ഉം, തകർന്നു പോകുമോ എന്നുള്ളതിനേക്കാൾ എന്തായാലും അത് ഉം, പഴക്കമുണ്ട്. അത് തീർച്ചയായിട്ടും അതിന് അപകടം സംഭവിക്കുന്ന കാര്യം ഉറപ്പാണ്. ഉം. ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം നാട്ടുകാര് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷെ നമ്മുടെ ഉം. ആ, ഇവരൊന്നും, ഐ മീൻ നമ്മുടെ അധികൃതരൊന്നും അതിന് ചെവി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു സമയത്ത്, അതായത് ഏതെങ്കിലും ഒരു സീസണിൽ ഇത് വലിയൊരു ക്യാമ്പയിൻ ആയിട്ട് ഉയർന്നു വരും. പിന്നെ അത് കുറെ നാൾ സോഷ്യൽ മീഡിയയിൽ കത്തി നിൽക്കും. അതിനുശേഷം മൺമറഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ അടുത്തൊരു മഴക്കാലം വരുമ്പോഴാണ് മുല്ലപ്പെരിയാറിന്റെ വിഷയം പിന്നെ ഉയർന്നു വരുന്നത്. പക്ഷെ ഇപ്പോ സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം മുല്ലപ്പെരിയാറിൽ സുരേഷ് ഗോപി ഒരു നീക്കം നടത്തിയിട്ടുണ്ട്. ഈ നീക്കം വലിയ അതെ. രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഉം. വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷെ സുരേഷ് ഗോപിയുടെ ആ നീക്കം വളരെ പ്രശംസനീയമാണ്. സുരേഷ് ഗോപി ISRO ചെയർമാനുമായിട്ടുള്ള സോംനാഥുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ ഉം. കൂടിക്കാഴ്ചയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കാലാവസ്ഥാ മാറ്റത്താലുള്ള പ്രശ്നങ്ങൾ രാജ്യത്താകമാനം രൂക്ഷമായ സ്ഥിതിയിൽ രണ്ട് ഡാം, അതായത് മുല്ലപ്പെരിയാർ ഡാമും ഇടുക്കി ഡാമും, ഈ രണ്ട് ഡാമുകളുടെയും സാഹചര്യം അടിയന്തരമായി വിലയിരുത്തേണ്ടതിന് വെള്ളപ്പൊക്ക സാധ്യത നേരത്തെ അറിയാൻ ഉയർന്ന റെസല്യൂഷനുള്ള ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ഉൾപ്പെടെ ബഹിരാകാശ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആർജിക്കാനുള്ള മെഷീനറീസ് നമുക്ക് വേണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സ്വരുക്കൂട്ടണം എന്ന് പറയാനാണ്. അത് വളരെ ഒരു ഗംഭീരമായിട്ടുള്ള നീക്കമാണ്. കാരണം ഇതുവരെ ആരും ചെയ്യാത്തൊരു നീക്കമാണ് സുരേഷ് ഗോപി നടത്തിയത്. കാരണം ജനങ്ങളുടെ ജീവന് വിലയുണ്ട് എന്ന് സുരേഷ് ഗോപി കാണിച്ച ഒരു നീക്കം തന്നെയായിരുന്നു. പക്ഷെ അതിനപ്പുറം സുരേഷ് ഗോപിക്ക് മുല്ലപ്പെരിയാറിൽ എന്താണ് കൂടുതലായി ചെയ്യാനായി സാധിക്കുന്നത്? ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ സുരേഷ് ഉം, ഗോപിക്ക് ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു ഇടപെടൽ നടത്താൻ കഴിയും. കേരളവും ഉം, തമിഴ്നാടും തമ്മിൽ വലിയ തർക്കം നിലനിൽക്കുന്നത് കൊണ്ട് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം അവിടെ ഒരു വിഷയമായി മാറും. കാരണം പിണറായി വിജയന്റെ രാഷ്ട്രീയവും സ്റ്റാലിന്റെ രാഷ്ട്രീയവും ചേർന്ന് പോകുന്നത് കൊണ്ട് സുരേഷ് ഗോപിക്ക് ഒരു ഉം, ഇമേജ് കൊടുക്കാതിരിക്കാൻ, BJPക്ക് ഒരു മേൽക്കോയ്മ ഉണ്ടാകാതിരിക്കാൻ, ആ പ്രശ്നം സോൾവ് ആകാതിരിക്കാൻ തമിഴ്നാടും കേരളവും രാഷ്ട്രീയം കളിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഉം. രാഷ്ട്രീയം കളിക്കാതെ അവർ ഇതിനൊരു പരിഹാരം കാണണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും സുരേഷ് ഗോപിക്ക് ഇതിൽ പരിഹാരം കണ്ടെത്താൻ കഴിയും. കാരണം എങ്ങനെ 2014 സുപ്രീം കണ്ടെത്താൻ കോടതി കഴിയും? വിധി 2014 സുപ്രീം കോടതി വിധി തന്നെ തമിഴ്നാട് അനുകൂലമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഈ ഡാം ഉം, പെട്ടെന്നൊന്നും പൊളിയത്തില്ല, ആ രീതിയിലാണ് ഉം, അവരുടെ വിധി വന്നിരിക്കുന്നത്. പക്ഷെ അതിൽ പോലും അതിനകത്തൊരു സൊല്യൂഷൻ ആയിട്ട് അവർ പറയുന്നത് ഈ ഡാമിലെ വെള്ളം ഒരു ടണൽ ഉപയോഗിച്ചുകൊണ്ട്, ഒരു പുതിയ ടണൽ നിർമ്മിച്ചുകൊണ്ട് തമിഴ്നാടിന് കൊടുക്കുക. ഉം, അങ്ങനെ ഈ ഡാം തകരാതിരിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ആ ശ്രമ ഉം, ആ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് ഗോപി ISRO ഇപ്പോൾ സമീപിക്കുന്നത്. കാരണം ഉം, ഈ ഡാം തകർന്നാൽ അല്ലെങ്കിൽ തകരാനുള്ള സാധ്യത ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോഴും സുപ്രീം കോടതി പറയുന്നത് ഇതിന് ഉറപ്പുണ്ട്. സുപ്രീം കോടതിയിൽ വന്ന പഠനത്തിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഡാമിന് ഉം, തകർച്ചയുണ്ടാകില്ല, കുറെ കാലം കൂടെ അതിജീവിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഉം, ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും ഉം, എത്രത്തോളം ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനവും ഭൂകമ്പ സാധ്യതകളും ഒക്കെ ആ പ്രദേശത്തെ ഏത് രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ ഉം, സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുക, രാജ്യത്താകെ ഒരു ആ രീതിയിലൊരു കൂട്ടായ്മ, ഒരു എന്താ പറയുക, ഒരു ഏകീകരണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ISROയുടെ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ പഠനം ഉം, ഒരുപക്ഷെ ആ രീതിയിൽ ISRO എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഏജൻസി അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിന് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അപ്പം ആ ഉം, ഒരു ഉം, ഉം, പഠനമായിരിക്കണം ഒരുപക്ഷെ ISRO ആദ്യം സുരേഷ് ഗോപി ആ രീതിയിൽ സഹായിക്കാൻ പോകുന്നത്. പിന്നീട് ചെയ്യാൻ പോകുന്നതിന് ഉം, ISROയുടെ സഹായം ആവശ്യമുണ്ടോ എന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. കാരണം ശ്രീധരനൊക്കെ നേരത്തെ തന്നെ ഉം, പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണിത്. കാരണം തമിഴ്നാടിന്റെ ആവശ്യം വെള്ളമാണ്, നമ്മുടെ ആവശ്യം ഉം. സേഫ്റ്റിയാണ്. കാരണം ഈ മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് അതെ. കേരളത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഉം, കാരണം അവിടെ നിന്ന് വരുന്ന വെള്ളം മുല്ലപ്പെരിയാർ ഡാമിൽ തടഞ്ഞു നിർത്തുന്നു. അവിടുന്ന് ആ പൊക്കത്തിനനുസരിച്ച് ഉം. വെള്ളം വൈഗാ നദിയിലേക്ക് അവർ ഒഴുക്കുന്നു. അങ്ങനെ രാമനാഥപുരം, കമ്പന്തേരി ഭാഗത്ത് അവർക്ക് അല്ല, കൃഷിസ്ഥലങ്ങൾ പല ഉണ്ടാക്കാൻ ആൾക്കാരും പറ്റുന്നു. പറയുന്നത് എന്താ അറിയോ? പല ആൾക്കാരും പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ആ ശേഷി, അതിൽ കെട്ടി നിൽക്കുന്ന അത്രയും വെള്ളം ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും എന്നാണ് പല ആൾക്കാരും പറയുന്നത്.
പക്ഷെ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഫോഴ്സ് ഇടുക്കി ഡാമിന് ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വേറൊരു പ്രശ്നമായിട്ട് പല ആൾക്കാരും ഉന്നയിക്കുന്നത്. ഇത് വസ്തുതയുണ്ടോ? അതായത് ഈ മുല്ലപ്പെരിയാർ ഡാം അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ഉം, എന്താ പറയാ വെള്ളം സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒഴുക്ക് താങ്ങാനുള്ള ശേഷി ഇടുക്കിക്ക് ഉണ്ടാവാം. പക്ഷെ മുല്ലപ്പെരിയാർ ഉം, പൊട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതിരൂക്ഷമായ മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോഴായിരിക്കുമല്ലോ മുല്ലപ്പെരിയാർ പൊട്ടുന്നത്. അപ്പൊ ഉം, സ്വാഭാവികമായിട്ടും ആ ഉം, സമയത്ത് ഇടുക്കി ഡാം നിറയാറായിട്ടുണ്ടാകാം. അല്ല, രണ്ടും രണ്ട് ഉം, സമയത്തല്ലല്ലോ മഴ പെയ്യാൻ പോകുന്നത്, രണ്ടും ഏകദേശം ഒരു സ്ഥലത്ത് തന്നെയാണ്. ഉം, ഉം, അപ്പൊ രണ്ട് സ്ഥലത്തും ഉം, രണ്ട് വൃഷ്ടിപ്രദേശത്തും ഒരുപോലെ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരു അപകടം ഉണ്ടാകുന്നതും മുല്ലപ്പെരിയാർ ഡാമിന് തകർച്ച ഉണ്ടാകുന്നതും. പിന്നീട് ആ ഡാമിന്റെ മുഴുവൻ നിർമ്മാണം, ആ പാറക്കല്ലുകളും അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലുകളും, ഉം, പിന്നെ ആ ഒഴുകുന്ന വഴിക്കുള്ള വൃക്ഷങ്ങളും വഴിയിലുള്ള പാറകളും ഉം, ഉം, വീടുകളും ഒക്കെ കൂടെ ഒലിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇതിനെ താങ്ങാൻ ഉം, ഇടുക്കിക്ക് കഴിയുമെന്നുള്ള വാദം എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കലും അങ്ങനെ അത് ഉം, സംഭവ്യമല്ല. താങ്ങി നിർത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ താങ്ങി നിർത്താൻ കഴിയും എന്ന് ഉറപ്പ് ഉം. പറയാൻ ഒരാൾക്കും കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ ഇതില് സുരേഷ് ഇടുക്കിയുടെ ഗോപി പറയുന്ന വേറൊരു കാര്യം കൂടെ, സുരേഷ് ഗോപി പറയുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് ഈ പ്രളയ സാധ്യതയും രക്ഷാപ്രവർത്തനവും പുനരധിവാസവും, ഇത് മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് പുള്ളി കണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് പ്രളയ അതെ. സാധ്യത ഒന്ന്, രണ്ട് പ്രളയം ഉം. ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ രക്ഷാപ്രവർത്തനം, പിന്നെ അത് കഴിഞ്ഞുള്ള പുനരധിവാസം. ഇത് മൂന്നും ഉപഗ്രഹ സഹായത്തോടെ സാധ്യമാകുന്ന സംവിധാനത്തിന്റെ മാതൃക തയ്യാറാക്കണം എന്ന് സുരേഷ് ഗോപി ഈ ISROയോട് പറഞ്ഞിട്ടുണ്ട്. പോരാത്തതിന് അണക്കെട്ടുകളുടെ ചെളിയുടെ വ്യാപ്തിയും സ്വഭാവവും പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവ അവിടെയുള്ള സ്വാഭാവിക പ്രാദേശിക വ്യവസായികൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അത് ഉപയോഗിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പുള്ളി എല്ലാ മേഖലകളിലും ഒരു സാധ്യത കാണുന്നുണ്ട്, ആ ചെളിയില് പോലും പുള്ളി ഒരു സാധ്യത കാണുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടുകൾ വളരെ കാരണം ഒരു കാര്യത്തെ ആത്മാർത്ഥമായിട്ട് സമീപിക്കുന്നതും രാഷ്ട്രീയത്തിന് വേണ്ടി സമീപിക്കുന്ന തമ്മിലുള്ള വ്യത്യാസമുണ്ട്. സുരേഷ് ഗോപി ഒരു കാര്യത്തെ ആത്മാർത്ഥമായിട്ട് ഉം, സമീപിക്കുന്നു. അപ്പം മുല്ലപ്പെരിയാർ പോലുള്ള ഒരു ഇഷ്യൂവിൽ പുള്ളി ആദ്യമായിട്ട് ഇടപെടുമ്പോൾ കേരളത്തിന് തമിഴ്നാടിന്റെ കൂടെ മന്ത്രിയാണ് താനെന്നുള്ള പ്രസ്താവനയ്ക്ക് ഒരു ആ ഒരു കാര്യത്തിലോട്ട് അദ്ദേഹം കടന്നു കയറുകയാണ്. ആക്കം കൂട്ടുകയാണ്. രണ്ട് സംസ്ഥാന സർക്കാരിനെയും കൂടെ നിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉം, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയും. കാരണം നമ്മൾ 1886 മദ്രാസ് പ്രൊവിൻസിയും തിരുവിതാംകൂർ തമ്മിലുള്ള കരാറിന്റെ ഭാഗമായിട്ട് തമിഴ്നാടിന് ജലം മാത്രമാണ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഉം, ജലം മാത്രം. ഉം, രാമനാഥപുരം ഏരിയയിലേക്ക് വൈഗാ നദിയിലേക്ക് വെള്ളം കൊടുക്കാൻ മാത്രമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ ഉം, സ്വാതന്ത്ര്യ സമയത്ത് അതുവരെ ഉണ്ടാക്കിയ എല്ലാ ബ്രിട്ടീഷുകാരുടെ കരാറുകൾ റദ്ദായപ്പെട്ടതാണ്. പക്ഷെ ഈ കരാർ ഉം, തുടർന്നു പോരുന്നു. അത് EMS ഉം, സർക്കാരാണെങ്കിലും അതിനുശേഷം വന്ന ഒരു സർക്കാരും അതിനെക്കുറിച്ച് തൊടാൻ തയ്യാറായില്ല. തൊട്ടത് 1970 കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മുഖ്യമന്ത്രിയായിരുന്ന CPIയുടെ അച്യുതമേനോനാണ്. അച്യുതമേനോൻ ഈ കരാറിൽ ഉം, തൊടുകയും പക്ഷേ ഉം, സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കരാർ കൂടുതൽ സാധുതയുള്ളതായിട്ട് മാറുകയും ചെയ്തു. ഈ ഉം, 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 1886 ഉണ്ടാക്കിയ കരാർ പ്രകാരം നമുക്ക് ഈ കേരളത്തിന് ഉം, കിട്ടിക്കൊണ്ടിരുന്നത് ഒരു ഏക്കറിന് 5 രൂപ ഉം, വാർഷിക വാടക പ്രകാരം 40,000 രൂപയാണ് ഉം, ഉം. നമുക്ക് കിട്ടുന്നില്ല. കാരണം ഇത് കേരളത്തിന്റെ സ്ഥലത്താണല്ലോ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതെ. അതിന്റെ അതിന്റെ വാടകയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നും ഇവർക്ക് ഉം, ജലം ഉപയോഗിക്കാനുള്ള അവകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃഷി ആവശ്യങ്ങൾക്ക്. എന്നാൽ അച്യുതമേനോൻ അതിനെ അവർക്ക് പവർ ജനറേഷൻ ചെയ്യാനുള്ള അനുവാദം കൂടി കൊടുക്കുകയും ഈ ഉം, ഏക്കറിനുള്ള വാടക 5 രൂപയിൽ നിന്ന് 30 രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അപ്പം വർഷം നമുക്ക് 2,40,000 രൂപ കിട്ടും. ഇതാണ് മുല്ലപ്പെരിയാർ കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരേ ഒരു ഗുണമല്ല, ആ ഉം, പണം നമുക്ക് ഒരു ഫീസ് പോലെ കിട്ടുന്ന 2,40,000 രൂപ മാത്രമേ ഉള്ളൂ. പക്ഷെ ഉം, ആ ഡാം നശിച്ചാൽ ഉണ്ടാകുന്ന ദോഷം എന്ന് പറയുന്നത് കേരളത്തെ രണ്ടായിട്ട് മുറിക്കാൻ കഴിയുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരിയാണ്. കാരണം അതിന്റെ വെള്ളം ഒലിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്തെ ഹൈക്കോർട്ടിന്റെ 5ാം നില വരെ വെള്ളം പൊങ്ങി നിൽക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോഴും ഇവർ അത് പറയുന്നത് ശരി. അല്ലാതെ അത്രയും വെറുതെ പൊക്കത്തിൽ വെള്ളം ഉണ്ടാവും. ആലങ്കാരികമായിട്ട് പറയുന്നതല്ല, സത്യമായിട്ട് പറയുന്നതാണ്. അത് സത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത്രയും വെള്ളം, കാരണം ഈ വലിയൊരു ഉം, മഴയും വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴാണല്ലോ ഈ സംഭവം സംഭവിക്കുന്നത്. നമ്മൾ ഇടുക്കിയിലെ കഴിഞ്ഞ വെള്ളപ്പൊക്കം ഉം, തന്നെ അറിയാമല്ലോ. ഇടുക്കിയിൽ നമ്മൾ ഡാം ഉം, നിറഞ്ഞപ്പോൾ തുറന്നു വിട്ട വെള്ളം എത്രത്തോളം അപകടമാണ് എറണാകുളം പരവൂർ മേഖല വരെ ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയാൻ പറ്റും. അപ്പം അതെ അതിനോടൊപ്പം അതെ. ആ ഡാം തകർന്നു വരുന്ന വെള്ളം, ഇത് ഷട്ടർ തുറന്നുവിട്ട വെള്ളമാണ് അന്ന് വന്നത്. ഡാം തകർന്നു വരുന്ന വെള്ളം, ഉം, അതായത് മുല്ലപ്പെരിയാറും ഇടുക്കിയും കവിഞ്ഞൊഴുകി വരുന്ന വെള്ളത്തിനുണ്ടാക്കാൻ പോകുന്ന ഒരു ആഘാതം എന്ന് ഉം, പറയുന്നത് കേരളത്തെ രണ്ടായിട്ട് മുറിക്കുമെന്നുള്ള സത്യമാണ്. അപ്പൊ ഉം, തീർച്ചയായിട്ടും ആ 999 വർഷത്തെ കരാർ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തട്ടിപ്പായിരുന്നു. ഒരിക്കലും ഒരു ഉം, ബുദ്ധിയുള്ള രാജാവ്, കാരണം നമ്മുടെ ഏത് രാജാക്കന്മാരാണെങ്കിലും കഴിവില്ലാത്തവരോ ബുദ്ധിയില്ലാത്തവരൊന്നുമല്ല. അപ്പൊ 99 ഉം, വർഷത്തെ കരാർ എന്ന പേരിലായിരിക്കണം ഈ കരാർ തയ്യാറാക്കിയത്. ഭീഷണിപ്പെടുത്തിയിട്ടോ ഏതെങ്കിലും ഉം. ചതിയിലൂടെയോ അതിനകത്ത് ഒരു 9 കൂട്ടിച്ചേർത്തായിരിക്കും എന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അല്ല 999 വർഷത്തേക്കുള്ള ഒരു കരാർ ഒരിക്കലും ഒരു രാജാവും സൈൻ ചെയ്യുമെന്ന് ഉം. വിശ്വസിക്കുന്നില്ല.
ഈ കരാർ ഉണ്ടാക്കിയത് 1886 പക്ഷെ ഡാം പണിയുന്നത് അതിന് ഉം, ശേഷമാണ്. കരാർ ഉണ്ടാക്കിയതിന് ശേഷമാണല്ലോ ഡാം പണിയുന്നത്. ഇപ്പൊ ഡാം പണിയാൻ ഉം, തീരുമാനിക്കുന്നത് മദ്രാസ് പ്രൊവിൻസിലെ എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിന്റെ പേര് ബെന്നി ക്വിക്ക് എന്നാണ്. ഉം. അദ്ദേഹം ഈ ഡാം അതെ. പണിയാനുള്ള ചുമതല ഏറ്റെടുക്കുകയും 2 ഉം, തവണ അദ്ദേഹം അതിൽ പരാജയപ്പെടുകയും ചെയ്തിട്ട് ഈ ബ്രിട്ടീഷ് സർക്കാർ ഇതിന്റെ ചെലവ് ഉം, മുഴുവൻ ഇനി ഇതിന്റെ പുറകെ പോകണ്ട എന്ന് പറഞ്ഞ് വിട്ടു കളഞ്ഞാണ്. പക്ഷെ ഇയാളുടെ ഒരു ഉം, ഉം, എഫർട്ട് എന്ന് പറഞ്ഞു അയാൾക്ക് അത് പൂർത്തിയാക്കിയേ പറ്റുള്ളൂ വെച്ചിട്ട് അയാളുടെ ഇംഗ്ലണ്ടിലെ സ്വത്തുക്കൾ വിറ്റ് അയാൾ സ്വന്തമായിട്ട് പണം മുടക്കിയാണ് ഈ ഡാം ഉം, പൂർത്തീകരിച്ചെന്ന് പറയുന്നത്. ഡാം പൂർത്തീകരിച്ചതിന് ഉം, ശേഷം അയാൾക്ക് ആ പണം ബ്രിട്ടീഷ് ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്തു. പിന്നെ അയാളെ ഇപ്പോഴും തമിഴ്നാട്ടിലെ ആളുകൾ രാജാവിനെ പോലെയും ദൈവത്തെ പോലെയൊക്കെയാണ് കാണുന്നത്. അതായത് ഒരു പ്രതിമയൊക്കെ അവിടെ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പം ആ അതെ അതെ. അതിരിച്ച് പക്ഷേ ആ അന്നുണ്ടാക്കിയ ഡാമിൽ നിന്നും ഇന്നത്തെ ഡാമിന് വ്യത്യാസമുണ്ട്. കാരണം അന്നുണ്ടാക്കിയ സുർക്കി മിശ്രിതത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോ 40% ആ ആ ഡാമിൽ ഒരു ഈ കഥയിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് രജനീകാന്തിന്റെ ഒരു മൂവി ഉണ്ട് ലിംഗ എന്ന് പറഞ്ഞ ആ സിനിമ എടുത്തിരിക്കുന്നത്. അതുകൂടെ പറഞ്ഞു പോവാം. അതെ 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 തീർച്ചയായിട്ടും. അപ്പോൾ 1979 വരെയും ഈ സുർക്കി മിശ്രിതത്തിലുള്ള ആ രീതിയിലുള്ള ഡാം തന്നെയാണ് നിലനിന്നിരുന്നത്. പിന്നീട് ഇതിന് ബലക്ഷയം ഉണ്ടായെന്ന് 79 തന്നെ കണ്ടെത്തിയാണ് ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട്. അതിനുശേഷം കുറച്ച് സിമെന്റും അതും കമ്പിയൊക്കെ കുത്തിക്കയറ്റി ഒരു 40% ഒരു പുനർനിർമ്മാണം ഈ ഡാമിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഡാം നിലനിൽക്കുന്നത്. അല്ലാതെ അന്നത്തെ ആ സുർക്കി മിശ്രിതത്തിന്റെ ബലത്തിലൊന്നും അല്ല ഇപ്പോൾ ഡാം നിലനിൽക്കുന്നത്. 40% പുതിയ സാങ്കേതിക വിദ്യയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനകത്ത് അറ്റകുറ്റപ്പണി നടത്തിയിട്ടുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഈ ജലം ഉം, നിലനിൽക്കുന്നത്. ഉം, ഉം, അപ്പൊ ഈ ഡാം ശരിക്കും പറഞ്ഞാല് നമുക്ക് ഈ ഒരു സൊല്യൂഷനായിട്ട് എപ്പോഴും കേരളം അവകാശപ്പെടുന്നത് ഒരു പുതിയ ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ അതെ. ഇതിന് ഈ ഒരു ഡാം പരിഹാരം ഡീകമ്മീഷൻ കാണാൻ ചെയ്തിട്ട് പുതിയൊരു ഡാം നിർമ്മിക്കുക. ആ അതാണ് കേരളം അവകാശപ്പെടുന്നത്. പക്ഷെ ആ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഒരിക്കലും ഇതിന് പരിഹാരം കാണാൻ പറ്റാതെ പോകുന്നത്. അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഇടപെടൽ ഉം, ജയിക്കുമെന്ന് നമ്മൾ പറയുന്നത്. കാരണം പുതിയൊരു ഡാം എന്നല്ല സുരേഷ് ഗോപി ഉം, പറയുന്നത്. പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി അതിനെ കുറിച്ച്. പക്ഷെ എങ്കിലും സുരേഷ് ഗോപിയുടെ മനസ്സിലുള്ള ആശയം എന്ന് ഉം, പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ശ്രീധരൻ സാർ മുന്നോട്ട് വെച്ചിട്ടുള്ള പഴയ ഡാം സംരക്ഷണ സമിതിയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള ആ തുരങ്ക നിർമ്മാണമാണ്. ഉം, ഉം, പക്ഷെ മുമ്പ് ഈ അതെ. തുരങ്ക നിർമ്മാണത്തെ കുറിച്ച് പറയുമ്പോഴും അത് എങ്ങനെ സാധ്യമാക്കാൻ കഴിയും, അതിനുള്ള മെഷീനറി നമുക്ക് ഉണ്ടാകുമോ, അതിന്റെ പണച്ചെലവ് കാര്യങ്ങൾ, ആ ടെക്നോളജി, അതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ 2024 നമ്മൾ നിൽക്കുമ്പോൾ ആ സംശയങ്ങൾ ഇല്ല. ഇപ്പൊ ഇന്ത്യയിൽ ഉം, എനിക്ക് മനസ്സിലാകുന്ന 100-ലധികം തുരങ്ക നിർമ്മാണം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. വലിയ വലിയ പാറകൾ വരുന്നുണ്ട്. കാശ്മീർ ഉൾപ്പെടെ ഇഷ്ടംപോലെ പിന്നെ തുരങ്ക നിർമ്മാണം നടക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഉം, നൂതന ടെക്നോളജി ഉള്ള തുരങ്കങ്ങളും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഉം. വലിയ വലിയ സ്ഥാപനങ്ങളുടെ വാടകയ്ക്കുള്ള മെഷീൻ ആണെങ്കിലും അത് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും മെഷീനറികൾ. അതുകൊണ്ട് തന്നെ അത് 2014-15 സമയത്ത് ശ്രീധരൻ സാർ ഇത് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉം, ഈ തുരങ്കം നിർമ്മിക്കാനുള്ള ഈ മെഷീൻ നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തണമെങ്കിൽ തന്നെ 18 മാസം എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ ഉം, ഒരുപക്ഷെ ഉം, ഉം. 10 വർഷത്തിന് ശേഷം ആ ടെക്നോളജിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. വളരെ പെട്ടെന്ന് നമുക്ക് ആ മെഷീനറി കിട്ടുക, ഒരുപക്ഷെ ആ മെഷീനറി ഇന്ത്യയിൽ അവൈലബിൾ ആയിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഉം, രീതിയിൽ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ആ മെഷീനറി അതിനെക്കാളും വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒരു പുതിയ ഡാം ഉം, ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് കുറച്ചുകൂടി മുമ്പോട്ട് മാത്രമേ നമുക്ക് ഈ ഡാം പണിയാൻ പറ്റുള്ളൂ. ഇപ്പം മുല്ലപ്പെരിയാറിന്റെ അതെ. ഡാം നിലനിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് തമിഴ്നാടിന് വെള്ളം ഉം, കിട്ടുകയുള്ളൂ. കുറച്ചുകൂടി മുമ്പോട്ട് ഉം, മുമ്പോട്ട് വരുന്തോറും അത് പൂർണ്ണമായിട്ട് കേരളത്തിന്റെ പ്രദേശമായിട്ട് മാറുകയും ചെയ്യും. തമിഴ്നാടിന് ഉം, ലഭിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു പുതിയ ഡാം ഉം, എന്ന് പറയുന്നത് നിർമ്മിച്ചാൽ ഈ പഴയ ഡാം പൊട്ടുകയും ചെയ്യും. ആ നിർമ്മാണത്തിലുള്ള കോസ്റ്റും ഭയങ്കര കൂടുതലാണ്. ഒരു ഡാം നിർമ്മിച്ച് പൂർത്തിയാക്കണമെങ്കിൽ ഉം, ഇന്നത്തെ കാലത്ത് 10-15 വർഷം എടുക്കും. അപ്പൊ ഇതൊന്നും ഒരു ശാശ്വത ഉം. പരിഹാരമേ അല്ല. അതുകൊണ്ട് പുതിയ ഡാം എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനേ അല്ല. പക്ഷെ നമ്മളിപ്പോഴും പുതിയ ഡാം എന്ന് കേരളം ഇങ്ങനെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിന് ഉം. പരിഹാരം ഉണ്ടാകാതെ പോകുന്നത്. അതേസമയം നമുക്ക് ഈ പറയുന്ന പോലെ തമിഴ്നാട്ടിലെ ആ കർഷകരും അവിടുത്തെ ആളുകൾക്കും ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് ഈ വെള്ളം ഉം, ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഉം, അവർക്ക് വെള്ളം കൊടുക്കില്ല എന്ന് കേരളം പറയുന്നില്ല. പക്ഷെ വെള്ളം കൊടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സൊല്യൂഷന് തമിഴ്നാട് കേരളവും കൂടെ തയ്യാറാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ISROയുടെ ഈ പഠനത്തിന് ശേഷം സുരേഷ് ഗോപിക്ക് ഉം, ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതി വഴി തന്നെ കേന്ദ്ര സർക്കാരിന് ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും. അപ്പം ഈ ഇപ്പോൾ ഉം, ഉം, നിലവിലുള്ള ഇപ്പോൾ ഓൾറെഡി അവിടെ ഒരു തുരങ്കം ഉണ്ട് കേട്ടോ. പഴയ കാലത്ത് നിർമ്മിച്ച ഒരു 5704 അടിയുള്ള ഒരു തുരങ്കം ഇപ്പോഴേ വൈഗാ നദിയിലേക്ക് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉം. വലിയ ഉയരത്തിൽ നിന്ന് വെള്ളം ലഭിക്കുന്ന രീതിയിൽ അവർക്ക് ഒരു തരത്തിലുള്ള വെള്ളത്തിന്റെ ലഭ്യതയും കുറയ്ക്കാത്ത രീതിയിൽ അവർക്ക് കാർഷിക ആവശ്യങ്ങൾക്കും പവർ ജനറേഷനും ആവശ്യമുള്ള ജലം പൂർണ്ണമായിട്ടും കൊടുക്കുന്ന രീതിയിൽ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ അവിടെ അപ്പൊ ആ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് തുരങ്കം വന്നു കഴിഞ്ഞാല് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഏകദേശം ആ ഒരു അപകട ഭീഷണി നമുക്ക് മാറിക്കിട്ടും എന്നാണ് അപകട ഭീഷണി പറയുന്നത് അല്ലെ? ഒഴിവാകും. അതെ അതെ, ആ ഡാം അവിടെ ഉം. നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ അപകട ഭീഷണി ഒഴിവാക്കാൻ കഴിയും. ഉം. ഈ അപകട ഭീഷണി ഒഴിവായി കഴിഞ്ഞാലും ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇപ്പോഴുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു പൊളിറ്റിക്കൽ ഒരു സ്റ്റേച്ചർ വെച്ചിട്ട്
ഉം. തമിഴ്നാടും കേരളവും സംയുക്തമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒറ്റയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്രത്തിന് ഇടപെട്ട് സുപ്രീം കോടതി വഴി ഈ രണ്ട് സ്റ്റേറ്റുകളെയും അതിൽ പങ്കെടുപ്പിക്കാതെ നമുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ? കാരണം തമിഴ്നാട് ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ തമിഴ്നാട്ടിനെ നമ്മൾ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കേണ്ടി വരും. അതാണ് തീർച്ചയായിട്ടും ഈ ഇടപെട്ടത് സുരേഷ് ഗോപി ആയതുകൊണ്ട് രണ്ട് സംസ്ഥാനത്തെയും രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൽ വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. കാരണം ഒരു BJP മന്ത്രി ഉം, ഉം. ഇടപെട്ട് ഇതിനകത്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലും കേരളത്തിലും BJPക്ക് അത് ജനങ്ങളുടെ ഇടയിൽ ഒരു വൈകാരികമായ അടുപ്പം ഉണ്ടാക്കും. സൊല്യൂഷൻ രണ്ടുപേർക്കും ഉം. പ്രശ്നമില്ലാത്ത രീതിയിലാണ് സൊല്യൂഷൻ അവസാനിക്കുന്നതെങ്കിൽ. അപ്പൊ അതുകൊണ്ട് നല്ല തന്നെ കേരളത്തിൽ കാര്യങ്ങളൊന്നും നിന്ന് ചെയ്യാൻ സമ്മതിക്കില്ല. കാരണം രാഷ്ട്രീയം അങ്ങനെയാണല്ലോ. അപ്പം തീർച്ചയായിട്ടും ഉം, ഉം. കാരണം അതേസമയം കേന്ദ്രം അവരാണ് ഭരിക്കുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നടപ്പിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവരാണ് അതിനുള്ള പണം ഭരിക്കുന്നതെങ്കിൽ ഉണ്ടെങ്കിൽ ചേട്ടാ, തടയും. അവരാണ് ഭരിക്കുന്നതെങ്കിൽ അവർ ഈ സൊല്യൂഷൻ കൊണ്ടുവരില്ല. അതേസമയം അല്ല അത് അവർ സൊല്യൂഷൻ കൊണ്ടുവരാൻ കെൽപ്പുള്ള ഒരാൾ വന്നപ്പോൾ അയാളെ കൊണ്ട് ചെയ്യാനും സമ്മതിക്കാത്ത ഒരു സിറ്റുവേഷൻ അവർ കൊണ്ടുവരികയും ചെയ്യും. അതെന്തൊരു കഷ്ടമാണെന്നാണ് പക്ഷേ ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്ത് ആ, സത്യം ഏറ്റവും കൂടുതൽ ഈ ഇതിനകത്ത് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് NK പ്രേമേന്ദ്രനാണ്. NK പ്രേമേന്ദ്രൻ ഉം, അച്യുതാനന്ദ മന്ത്രിസഭയിൽ ജലവിഭവ മന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കേരളത്തിന് വേണ്ടിയിട്ട് നല്ല ഉം, ശക്തമായ വാദങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഉം. പ്രേമേന്ദ്രനൊക്കെ ഈ കാര്യത്തിൽ സുരേഷ് ഗോപിയോട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടെടുക്കുമെന്നാണ് നമുക്ക് വിശ്വസിക്കുന്നത്. മോദിയും ആയിട്ടുള്ള അടുപ്പ് കേരളമാണെങ്കിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ജനങ്ങളുടെ കണ്ണിൽ കൊണ്ട് പൊടിയിടുകയും ചെയ്യും. ഞങ്ങൾ ഇത് മുല്ലപ്പെരിയാർ ഡാം പൊളിച്ചു പണിയെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് നേരെ സുപ്രീം കോടതിയിൽ പോയി തമിഴ്നാട് സർക്കാരിന്റെ കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യും. എന്തൊരു കാരണം കണ്ണന്തിരിവാണെന്നറിയോ അത് ഇത്? ഈ നമ്മുടെ 2011-ലാന്ന് തോന്നുന്നു നമ്മുടെ ജലവിഭവ മന്ത്രിയായിട്ടുള്ള PJ ജോസഫാണ് ഒരു ദിവസം രാവിലെ പുള്ളിക്ക് ഉം. വെളിപാടുണ്ടാകുമായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എന്റെ അതെ അതെ നമ്മുടെ അതെ അതെ. ജല ജല ബോംബാണ്. അപ്പൊ അതുവരെ അതിനെക്കുറിച്ച് ജലബോംബ്. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പുള്ളി വളരെ പെട്ടെന്നാണ് പുള്ളി ജല ബോംബാണ്, അങ്ങനെ അദ്ദേഹമാണ് ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കിയത്. ജല ബോംബാണ് വരാൻ ഉം, പോകുന്നത്, ഉം, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പം അദ്ദേഹം പറഞ്ഞിട്ട് ഇപ്പൊ 13 വർഷം കഴിഞ്ഞു, ഇപ്പോഴും അദ്ദേഹം അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉം, അപ്പോ ആ ഉം, ഉം, ഇടപെടൽ ഇല്ലാതാക്കിയത് ജയലളിത പറഞ്ഞതാണ്. ജയലളിത പറഞ്ഞത് ഈ പറയുന്ന രാഷ്ട്രീയക്കാരുടെ എല്ലാം ബിനാമി ഭൂമികൾ കമ്പന്തേനി രാമനാഥപുരം ഉം, ഭാഗത്ത് ഒരുപാട് ഫാം ഹൗസും കൃഷിപ്പുരടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടുത്തെ കള്ളപ്പണങ്ങളും ഇൻവെസ്റ്റ്മെന്റും ഒക്കെ ഞാൻ പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം. കാരണം ഈ തമിഴ്നാടിന് ഇത് വെച്ച് ഒരു പ്രശ്നവുമില്ല, അവർക്ക് ഈ ഡാം പൊളിഞ്ഞു പോയാലും അതിനെ ബാധിക്കുന്നില്ല, അവർക്ക് ജലം അതെന്താണ് ആ കിട്ടിയാൽ മാത്രം കഥ? മതി. പക്ഷെ അതൊരു പുതു കഥയാണല്ലോ. എന്ത് ഈ തേനി കമ്പം അവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ആ സാധനം, അതൊന്ന് പറഞ്ഞേ കേക്കട്ടെ. എന്താ സാധനം അത്? അല്ല, അതായത് ഈ PJ ജോസഫ് വളരെ വലിയ രീതിയിൽ ഈ മുല്ലപ്പെരിയാർ ഒരു ജലബോംബാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും സുപ്രീം ഉം, കോടതിയിൽ നമ്മൾ വലിയ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഉം. ഒരു സുപ്രഭാതത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി ആ വെളിപാടുണ്ടായതല്ലേ? അപ്പോൾ ആ സമയത്താണ് ജയലളിത പറഞ്ഞത്, ജയലളിത രഹസ്യമായിട്ടാണെങ്കിലും ഉം, പറഞ്ഞത്, ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ എല്ലാം ബിനാമി ഭൂമികൾ ഒരുപാട് കമ്പന്തേനി ആ, ഉം, രാമനാഥപുരം മേഖലകളിലുണ്ട്. അപ്പൊ ആ ഉം, സ്വത്തുക്കളെല്ലാം ഞാൻ പുറത്തു വിടും. ആ ആ ഉം, രീതിയിലുള്ള ആ ഒരു രാഷ്ട്രീയ ഇടപെടൽ അവർ നടത്തിയതിന്റെ പേരിലാണ് കേരളത്തിലുള്ള രാഷ്ട്രീയക്കാർ സൈലന്റ് ആയത്. അതാണ് ഉം, ഉം, സംഭവിക്കുന്നത്. ഉം. അപ്പം തമിഴ്നാടിന് അവരുടെ ജനങ്ങളുടെ കാര്യം മാത്രം നോക്കുന്നവർ, കാരണം അവർ ഇപ്പോഴേ തന്നെ തമിഴ്നാട് ഒരു പ്രാദേശികവാദത്തിന്റെ ഒരു ഇരയാണല്ലോ. അപ്പൊ അവർക്ക് കേരളത്തിലെ ആളുകളുടെ അതാ. ജീവൻ സ്വത്തിനും ഭീഷണി അങ്ങനെയൊന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ഈ ഡാം തകർന്നു പോയാലും ഉം, അവർക്ക് ജലം ലഭിക്കില്ല, അതും അവർ മനസ്സിലാക്കുന്നില്ല. ഉം, ഉം, അപ്പൊ അതുകൂടെ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റണം. തീർച്ചയായിട്ടും ഉം, ISROയുടെ പഠനത്തിന് ശേഷം അവരെ ബോധ്യപ്പെടുത്തിയിട്ട് അവർക്ക് ലഭിക്കുന്ന ജലത്തിൽ ഒരു കുറവും ലഭിക്കില്ല എന്ന് ഉറപ്പുവരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ സുരേഷ് ഗോപിയുടെ സൊല്യൂഷനൊപ്പം നിൽക്കും. ഇന്നത്തെ കേന്ദ്ര സർക്കാരിനും ഇപ്പം നിതിൻ ഗഡ്കരിയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഉം, വളരെയേറെ മുമ്പിൽ പോകുന്ന ഒരാളാണ്. അപ്പൊ എത്ര പണം മുടക്കിയിട്ടാണെങ്കിലും ശരി, നിർമ്മാണ പ്രവർത്തനം വളരെ വേഗതയിൽ ചെയ്തു തീർക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു കേന്ദ്ര സർക്കാർ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഉം, ഉം, സർക്കാരിന്റെ ടൈമിൽ തന്നെ അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനും കഴിയും. കാരണം ഒരു ഡാം പണിയുന്ന അത്രയും ചെലവോ അത്രയും സമയമോ ഈ തുരങ്കം പണിയുന്നതിന് ആവശ്യമില്ല. ഇന്നത്തെ ടെക്നോളജി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാനും കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ഉം, ഏറ്റവും നല്ല സൊല്യൂഷൻ. അതിന് ഈ രാജ്യത്തെ എല്ലാ എഞ്ചിനീയറും ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ടെക്നോളജി കൊണ്ടുവന്ന് അത് ഉപയോഗപ്പെടുത്താനും നരേന്ദ്രമോദിക്ക് കഴിയും. നമ്മുടെ സിലിക്കാര ടണലിൽ ഒരു അപകടം ഉണ്ടായ സമയത്ത് ഉം. ലോകത്ത് ലഭിക്കാൻ അതെ കഴിയുന്ന അതെ അതെ. ഏറ്റവും വലിയ ഇതിനെ എന്താ പറയുക, ദുരന്ത നിവാരണ വിദഗ്ധനെ കൊണ്ടുവന്നിട്ടാണ് നരേന്ദ്രമോദി അവരുടെ ജീവന് ആ വില കൽപ്പിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് അങ്ങനെ ഇടപെടുന്ന ഒരു പ്രധാനമന്ത്രിയും സർക്കാരും ഈ രാജ്യത്തുണ്ടായത് കൊണ്ട് വളരെ വേഗതയിൽ ഇത് പൂർത്തിയാക്കാൻ കഴിയും. പക്ഷെ അതിന് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ അപ്പൊ ഇടപെടലില്ലാതെ കഴിയില്ല. സുപ്രീം ഉം, കോടതിയിൽ നിന്ന് ഉം, തീർച്ചയായിട്ടും ഒരു നിർദ്ദേശം ഉണ്ടാകണം. സുപ്രീം കോടതി ഓൾറെഡി തന്നെ 2014 ഇങ്ങനെ ഒരു സാധ്യതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് വിധിയായിട്ട് വന്നിട്ടില്ല. അപ്പൊ അതൊരു വിധിയായിട്ട് ഉം, സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സംസ്ഥാനത്തിന് അംഗീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഉം. കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അത് നടപ്പിലാക്കും. ഒരു കരാർ പ്രോപ്പർ ആയിരിക്കണം എന്നേ ഉള്ളൂ. കാരണം അവർക്ക് വെള്ളം കിട്ടണം, അവർക്ക് അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിക്കാൻ കഴിയണം, കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഉം. സുരക്ഷിതത്വം വേണം. അത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിക്ക് സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.
എന്തായാലും സുരേഷ് ഗോപി ആദ്യത്തെ ചുവട് വെച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവരെല്ലാം സംയുക്തമായി കൂടെ ചേർന്ന് നിന്നാൽ മാത്രമേ മുല്ലപ്പെരിയാറിന്റെ വിഷയത്തിൽ ഇപ്പോഴെങ്കിലും നമുക്കൊരു പരിഹാരം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിരിക്കുകയാണ്. ഈ കാര്യത്തിലെങ്കിലും രാഷ്ട്രീയം പുറത്തെടുക്കരുത്. കാരണം നോക്കാം. ജനങ്ങളുടെ ജീവനാണ് നമ്മുടെ മുമ്പിൽ ആദ്യത്തെ ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലാതെ രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അതുവഴി കയറി ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അങ്ങനെ ഒന്നും ചെയ്യാതെ തൃശ്ശൂർ നിന്ന് ജയിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഈ ഒരു വിഷയത്തിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് നുഴഞ്ഞു കയറേണ്ട യാതൊരുവിധ ആവശ്യമില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യമാണ്. ഈ സുരേഷ് ഗോപിക്ക് അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് വേറെ പല വഴികളും ഉണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. അതുകൊണ്ട് ഇതൊക്കെ ഈസി ആയ വളരെ വഴിയാണ്. ആത്മാർത്ഥമായിട്ടുള്ളൊരു ഈസി ആയിട്ടുള്ള വഴികളുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടലാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. ആരും ചെയ്യാത്തൊരു ഇടപെടലാണ് സുരേഷ് ഗോപി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിന്റെ ഈ ഒരു അപകട ഭീഷണി നമുക്ക് ഒഴിവാക്കാം. അതിന് രാഷ്ട്രീയക്കാരും എല്ലാവരും കൈമൈ മറന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.